എങ്ങനെയാണോ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഉണ്ടായത്, 1914 മുതൽ 18 വരെയും 1939 മുതൽ 45 വരെയും ഉള്ള സംഭവബഹുലമായ വർഷങ്ങൾ, അതിന് സമാനമായി ഇപ്പോൾ ഇവിടെ ഉടലെടുക്കുകയാണ് പുതിയ രീതിയിൽ. ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും പോലെ ഇപ്പോഴിതാ പുതിയ രീതിയിൽ ആണവ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തലയിടുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും പണി കൊടുക്കാനായി തന്നെ ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ശക്തമായി ഒരു കൊളീജിയം തന്നെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ശക്തമായ വിമർശനം US-നെതിരെ നടത്തിയത്. അത് ബ്രസീലായിരുന്നാലും ശരി, റഷ്യ ആയിരുന്നാലും ശരി, കൃത്യമായ നിലപാടുകൾ തന്നെയാണ് എടുത്തത്. ആ ബ്രിക്സിൽ ഇറാനും അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAEയും ഒക്കെ അതിനകത്തെ അംഗങ്ങൾ തന്നെയാണ്. സ്ഥിരാംഗങ്ങളായി 5 രാജ്യങ്ങളാണ് എന്നുള്ളത് മാത്രമാണ്. ഇവിടെയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്. അതായത്, രാഷ്ട്രങ്ങളെ പരമാവധി ഞെട്ടിപ്പിഴിയുന്ന അമേരിക്കൻ നയങ്ങൾ യൂറോപ്യൻ യൂണിയൻ പോലും അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുമ്പോൾ അവിടെ ബ്രിക്സും ശക്തമായ ചില നിലപാടുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ബ്രിക്സിൻ്റെ പരമപ്രധാനമായ തന്ത്രമെന്നത് അത് എക്കോളജിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ക്ലൈമാറ്റിക് ചേഞ്ചുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയതുകൊണ്ട് തന്നെ നേരിട്ട് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നിട്ട് പോലും ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞ ചില വാക്കുകൾ തറയ്ക്കുന്നത് ട്രംപിന് നേർക്ക് തന്നെയാണ്. ഇറാന്റെ പ്രതിരോധ സംവിധാനം ദുർബലമായിരുന്നു എന്ന് വിചാരിച്ച അമേരിക്കയ്ക്കും ഇസ്രയേലിനും കണക്കുകൾ തെറ്റിയിരിക്കുകയാണ്. പുതിയ അച്ചുതണ്ട് ശക്തികൾ വരികയാണ് 21ാം നൂറ്റാണ്ടിൽ എന്ന് വ്യക്തമാകുന്ന സാഹചര്യം. ഇസ്രയേൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഗാസയിൽ മാത്രമല്ല, ഇസ്രയേൽ ഇറാന്റെ പ്രോക്സി ഫോഴ്സുകൾക്ക് നേരെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിലേക്ക് റഷ്യയും ചൈനയും കൂടി ഒപ്പം ചേരുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അമേരിക്ക പാകിസ്ഥാന്റെ ഉറ്റ ബന്ധുവായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ നിലപാടുകളും ഏറെ പ്രസക്തമാണ്. അസിം മുനീറിനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഭരണമാറ്റത്തിന് വേണ്ടി അസിം മുനീറിനെ അവിടെ പ്രസിഡന്റാക്കാൻ അമേരിക്കയ്ക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ നെറുകേട് കാണിക്കുന്നവരോട് സന്ധി വേണ്ട, അമേരിക്കയുമായി അകലം പാലിക്കുന്നത് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് സോവിയറ്റ് റഷ്യയെ ഇഷ്ടപ്പെടുന്നു എന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ പലതവണ ഇന്ത്യക്കാരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 7th ഫ്ലീറ്റ് അടക്കം നിർണായകമായ ചരിത്ര നിമിഷങ്ങൾ പലതുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഇവിടെയാണ് പുതിയ ഫോഴ്സ്. അത് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുമായി നിൽക്കുമ്പോൾ ഇസ്രയേലിനോട് ഇന്ത്യക്ക് വിരോധമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഇസ്രയേൽ കാണിക്കുന്ന മനുഷ്യ കുരുതിക്ക് മറുപടി പറയാൻ ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, നാറ്റോയിലെ സഖ്യകക്ഷികൾ തയ്യാറാകുമ്പോൾ ഇന്ത്യക്കും ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായി ഉണ്ട്. അത് പറയുകയാണ് ഇപ്പോൾ.